ഇടിയുടെ പൊടിയുടെ പൂര ബിഗ് ബോസ് റിവ്യൂയിലേക്ക് അവർക്ക് സ്വാഗതം. നമ്മുടെ അനീഷ് ബിഗ് ബോസ് ഹൗസിൽ കുരിശായി മാറിയിരിക്കുകയാണ്. അത് ഞാനാണ്, ഇത് ഞാനാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. കൂടുതൽ നിങ്ങൾ എന്റെ ചാനലിലേക്ക് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് പറയുന്നത് വേറെ ഞാനിടുന്ന പുതിയ ബിഗ് ബോസ് വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷനായി കിട്ടാൻ വേണ്ടിയാണ്. അപ്പൊ നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് കിടക്കാം. ഇന്നലെ ബിഗ് ബോസിന്റെ ഒരു അനൗൺസ്മെന്റ് ഉണ്ടായി. ബിഗ് ബോസ് സീസൺ 7 ഇവിടെ അവസാനിക്കാൻ പോവുകയാണ്. മത്സരാർത്ഥികൾക്ക് ഒന്നും ശരിയാകുന്നില്ല എന്നൊക്കെ പറഞ്ഞൊരു ഇത് വരുന്നുണ്ട്. മത്സരാർത്ഥികൾ പലരും ഞെട്ടിയിരിക്കുകയാണ്. അത് കഴിഞ്ഞു പിന്നെ അതിന് മുന്നേ വേറൊരിതുണ്ട്. നമ്മുടെ ഈ 7-8 ആഴ്ചകളിൽ ശേഷം നടക്കേണ്ട റാങ്കിങ് ടാസ്ക് ഇത് ബിഗ് ബോസ് നേരത്തെ കൂടെ തന്നിരിക്കുകയാണ്. അതില് അനീഷ് 1ാം സ്ഥാനം ഞാനാണ്, അത് ഞാനാണ്, ഇത് ഞാനാണെന്നും പറഞ്ഞു എന്താ പൊന്നോ ഒരു രക്ഷയില്ല. അങ്ങനെ കൊണ്ട് ഓരോ മണിക്കൂർ നമ്മുടെ ഈ നേഴ്സറി പിള്ളേരൊക്കെ എന്നും പറഞ്ഞുകൊണ്ട് ഇരിക്കുക. അതിനിടയ്ക്ക് നമ്മുടെ ക്യാപ്റ്റനായ ഷാനവാസ് മറ്റുള്ള ഒരു ഇതൊക്കെ ആയിട്ട് നോക്കുന്നുണ്ട്. പുള്ളി എങ്ങനെയെങ്കിലും ഇതൊന്ന് ഒതുക്കി തീർക്കാൻ നോക്കും. പക്ഷെ മറ്റുള്ള മത്സരാർത്ഥികൾ വേറെ ആര് വന്നാലും അനീഷ് 1ാം സ്ഥാനം കൊടുക്കാൻ പാടില്ല. അനീഷാണ് അതിൽ തന്നെ പിടിച്ചുകൊണ്ടിരിക്കും ഇങ്ങനെ 1 മണിക്കൂർ. സത്യം പറയാം, നമ്മൾ ഈ ലൈവ് കാണുന്നവർക്ക് നമുക്ക് സഹിക്കാൻ പറ്റിയല്ല. അതുപോലത്തെ കട്ടയാണ് അനീഷ്. ഈ കൊച്ചുപിള്ളേർ ഈ അനൗൺസ്മെന്റ് ചെയ്തത് അത് ഞാനാണ്, ഇത് ഞാനാണ്, എനിക്ക് വേണം 1ാം സ്ഥാനം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ ലൈവ് കാണുന്ന ആൾക്കാർ ചോദിക്കുമോ ഇവനെ എങ്ങനെ സഹിക്കുന്നത്? സത്യം പറയുകയാണ്. ആ ഒരു ഇത് അപ്പൊ ബിഗ് ബോസ് വീട്ടിലുള്ളവർ ഇത് തന്നെയാണ് ചിന്തിക്കുന്നത്. നമുക്ക് വേണം എന്നും പറഞ്ഞ് ഇതുപോലെ വാശി പിടിച്ച് അയ്യോ ഒരു രക്ഷയില്ല. അങ്ങേര് ഇത് പഠിച്ച് വളർന്ന് കണ്ട് പഠിച്ചിട്ടാണ് ഇങ്ങനെ ഇവിടെ വന്ന് ഈ കാട്ടാൻ കാണിക്കുന്നത്. അത് ഞാനാണ്, ഇത് ഞാനാണത്. അപ്പം നമുക്ക് തന്നെ സഹിക്കാൻ പറ്റത്തില്ല. അപ്പം വേറെ മത്സരാർത്ഥിയുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. ഒരു രക്ഷയില്ല. നിങ്ങൾ ലൈവ് കാണുന്ന ആളുകൾക്ക് അറിയാം അനീഷ് അവിടെ കാട്ടിക്കൂട്ടുന്നത് എന്തൊക്കെയാണൊക്കെ. ചിലപ്പോൾ നമുക്ക് ചിരിയായിട്ട് തോന്നും, ചിലപ്പോൾ ദേഷ്യമായിട്ട് തോന്നും. ഒരു പക്ഷെ ഇങ്ങനെ എന്താ ഈ കാട്ടിക്കൂട്ടുന്നവരെ നമുക്ക് ചിന്തിക്കാൻ പറ്റും. എന്തെങ്കിലും ഒരു സംഭവം കിട്ടിക്കഴിഞ്ഞാൽ അങ്ങേരെ അതിൽ പിന്നെ പിടിച്ചങ്ങ് കയറും. പിന്നെ വേറെ ഒരു മത്സരാർത്ഥികൾ പറയുന്നത് അങ്ങേര് കേൾക്കത്തുമില്ല. അങ്ങേരുടെ ഒരു ഇതാണ്, ഗെയിം പ്ലാൻ തന്നെയാണ്, വേറൊന്നുമല്ല. അങ്ങേരുടെ ഒരു ഗെയിം പ്ലാൻ തന്നെയാണ്. ഇനിയിപ്പോ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് ആരൊക്കെ ഔട്ടാകുന്നെന്ന് പറയാൻ പറ്റത്തില്ല. ഈ വ്യാഴാഴ്ചക്കുള്ളിൽ 2 പേര് ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്താവും. ബിഗ് ബോസിന്റെ ഒരു ഗെയിം പ്ലാൻ ആയിരിക്കാം. ബോസേട്ടൻ എന്തൊക്കെയാ കണ്ടെന്ന് നമുക്ക് തന്നെ പറയാൻ പറ്റത്തില്ല. അത് ബോസേട്ടന്റെ ഇതുപോലെ ഇരിക്കും. എന്തായാലും ബിഗ് ബോസ് നിർത്തിപ്പോകത്തൊന്നുമില്ല. പക്ഷെ ഈ ഒരു സംഭവം മത്സരാർത്ഥികളെ ഞെട്ടിച്ചിട്ടുണ്ട്. ബോസേട്ടന്റെ ഇതൊരു കളിയാണ്. ഇത് നല്ല രീതി അവിടെ എഫക്റ്റ് ആയിട്ടുണ്ട്. മത്സരാർത്ഥികൾ പലരും ഞെട്ടലോടെയാണ് അയ്യോ ബിഗ് ബോസ് എന്താണ് കാരണം, എന്തിനാണ് നിർത്തുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഇപ്പം നമ്മൾ പറയുന്നത് ഈ ടാസ്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ റാങ്കിങ് ടാസ്ക് എന്ന് പറയുന്ന ടാസ്ക് ഇതൊക്കെ ഒരു 7-8 സീസണൊക്കെ ആകുമ്പോൾ നടത്തേണ്ട ഒരു ടാസ്ക്കാണ്. അതാണ് ബിഗ് ബോസ് ഈ ഒരാഴ്ചക്കുള്ളിൽ മത്സരാർത്ഥികൾക്ക് കൊടുത്തത്. എന്താണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ചിലപ്പോൾ ബോസേട്ടൻ്റെ 7ന്റെ പണികളായിരിക്കും ഇതൊക്കെ. പക്ഷെ അനീഷ് ഉണ്ടോ വിട്ടുകൊടുക്കും. 1ാം സ്ഥാനം എനിക്കാണ് എന്നാണ് അനീഷ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ ലൈവ് എത്ര പേര് കണ്ടിട്ടുണ്ടോന്ന് എനിക്കറിയത്തില്ല. എൻ്റെ പൊന്നോ ഒരു രക്ഷയില്ല. അപ്പോൾ എൻ്റെ ഈ കൊച്ചു വീഡിയോ അവസാനിക്കരുത്. ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ്. താങ്ക് യു, ബൈ.